സർ സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല. ചിലരിതാ കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോകാൻ മാത്രം യോഗ്യനല്ല എന്നാണ് അവർ പറയുന്നത്. രാഷ്ട്രീയപരമായി പുതിയ കോടതിയിലേക്ക് നടന്നിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ നീക്കത്തെ നമുക്കെങ്ങനെ രാഷ്ട്രീയപരമായൊക്കെ വിലയിരുത്താൻ സാധിക്കും? ഇത് ഭരണഘടനയുടെ 80 വകുപ്പ് അനുസരിച്ചിട്ടാണ് 12 അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നേരിട്ട് നിയമിക്കാം എന്നുള്ള ഒരു സെക്ഷൻ, അതിൻ്റെ ആർട്ടിക്കിൾ 80. അത് ABC എന്ന് പറയുന്ന 3 ഉപവിഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതനുസരിച്ചിട്ട് രാജ്യത്തെ അതിപ്രഗത്ഭരായ മുതിർന്ന പൗരന്മാരെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക, ചർച്ചകളിൽ അവരുടെ അനുഭവങ്ങളും പിന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതായത് രാജ്യസഭ തന്നെ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിന് തുല്യമായിട്ടുള്ളൊരു സഭയാണ്. അതിൽ 12 സീറ്റുകളിലാണ് രാഷ്ട്രപതിക്ക് നേരിട്ട്. പക്ഷെ അതൊരു രാഷ്ട്രപതിയുടെ സ്വന്തമായ ഒരു തീരുമാനം അല്ല. നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അതിന് മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ മന്ത്രിസഭയുടെ ഉപദേശം അനിവാര്യമാണ്. ഈ മന്ത്രിസഭ ഉപദേശിക്കുന്ന അനുസരിച്ചിട്ടാണ് ഈ 12 പേരെ 6 വർഷത്തേക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. ആ പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് സദാനന്ദൻ മാസ്റ്ററെ ഇപ്പം രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത്. അതിനെതിരെ വലിയ തർക്കം വരുന്നുണ്ട്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തിനോ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എതിർപക്ഷത്തിന്റെ വാദം. ഇതിന് ഈ കേരളത്തിൽ നിന്ന് തന്നെ PT ഉഷ, അൽഫോൺസ് കണ്ണന്താനമൊക്കെ ഈ വഴിക്ക് കയറി വന്ന ആളുകളാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പകരം ഡോക്ടർ KS രാധാകൃഷ്ണനെയോ നേരത്തെ മലപ്പുറത്ത് മത്സരിച്ച പഴയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി VC അദ്ദേഹത്തിനെയൊക്കെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. ഈ വിവാദത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഭാഗമാണ്. അവിടെ RSS CPM സംഘടനത്തിലെ ഇദ്ദേഹം ഇരയാക്കപ്പെട്ടതെന്ന് BJP പറയുന്നതും അദ്ദേഹം അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല എന്ന് എതിർഭാഗം ബാധിക്കുന്നതുമായൊരു സിറ്റുവേഷനാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത്. അപ്പൊ ഇതിനെതിരെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പൊതുസമൂഹത്തിനോ രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രത്യേക മേഖലയ്ക്കോ ഒന്നും സംഭാവന ചെയ്തിട്ടില്ല. ഇപ്പൊ PT ഉഷ ആണെങ്കിൽ സ്പോർട്സിൽ നിന്ന് വന്നു, സുരേഷ് ഗോപി സിനിമാ രംഗത്ത് നിന്ന് വന്നു. ഇവരെ സംബന്ധിച്ചൊന്നും തർക്കം ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ നിന്നും ഏതെങ്കിലും സംസ്ഥാനത്തെ V മുരളീധരനെ പോലെയുള്ളവരൊക്കെ, V മുരളീധരൻ, ജോർജ് കുര്യൻ ഇവരൊക്കെ വന്നതുപോലെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്നും രാഷ്ട്രീയമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടാലും ഈ വിവാദം ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തില് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികള് അതിനെ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്, ഒളിച്ചുകടത്തലാണ്. രാഷ്ട്രപതിയുടെ പ്രത്യേക താല്പര്യമുള്ള 12 സീറ്റുകളിൽ കൂടെ സദാനന്ദൻ മാഷെ ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ വക്താവായ KC വേണുഗോപാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇത് കോടതി കയറാനുള്ള ഈ
നിയമനം അല്ലെങ്കിൽ ഈ നോമിനേഷൻ കോടതി കയറാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രപതിയുടെ നോമിനേഷനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒക്കുമോ എന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നോമിനേഷനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി PIL വഴി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിന്റെ കാര്യം പറഞ്ഞത് ഈ ഉയർന്ന മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഇത്തരം കേസുകൾ കോടതി എടുക്കുന്നത്. അതായത് ഉയർന്ന മാനദണ്ഡം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അതായത് ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ പാടില്ലാത്ത വിധം ഒഴിവാക്കപ്പെടേണ്ട ക്രിമിനൽ കേസ് അതുപോലുള്ള അല്ലെങ്കിൽ ശിക്ഷ കിട്ടിയ ആള് തുടങ്ങിയവ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അങ്ങനെ ഇടപെടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ കേസ് കൊടുക്കും എന്ന് അവകാശപ്പെടുന്നവർ എന്ത് പറഞ്ഞിട്ടായിരിക്കും കേസ് കൊടുക്കുന്നുള്ളത് കേസ് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കോടതിയിൽ ചോദ്യം ചെയ്യാം. ഈ നോമിനേഷൻ പ്രസിഡന്റിന്റെ നോമിനേഷൻ ആണെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ ഈ നിയമനത്തിന്റെ പിന്നിൽ മറ്റൊരു വശം കൂടി നമ്മൾ കാണാതെ പോകരുത്. അത് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഭൂതകാലം ചികഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണൂരിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാര്യം അത്ര ശുഭകരമല്ല. ഭൂതകാലം ആർക്ക് വേണമെങ്കിലും ആരെപ്പറ്റിയും എന്തൊക്കെ ന്യായാന്യായങ്ങൾ പറയാനുള്ള അവസ്ഥ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ വർത്തമാനകാലത്തിൽ വന്നിട്ട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് കണ്ണൂരിലെ സംഘർഷം ഒരു വലിയ അളവ് കണ്ട് അയഞ്ഞു വരികയും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നത്. അപ്പം അത് വീണ്ടും കുത്തിപ്പൊക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? അതൊരു നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്നുള്ളത്, ഈ കണ്ണൂരിലെ CPM-ന്റെ അകത്തുള്ള വിഭാഗീയതയെ ഗോവിന്ദൻ മാസ്റ്ററുടെ നിയമനം എങ്ങനെ ബാധിക്കും? അത് ആ പാർട്ടിക്കാരാലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇതില് എതിർപ്പുള്ള സദാനന്ദ മാസ്റ്ററുടെ നിയമനത്തിൽ എതിർപ്പുള്ള കക്ഷികളും ഇതര വിഭാഗീയക്കാരും തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ സംഘർഷം അത് രൂക്ഷമാകുമോ? ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഗോവിന്ദൻ മാസ്റ്ററുടെ നിയമനം വന്നതോടുകൂടി BJP-യിലെ പുനഃസംഘടന, കേരള BJP-യുടെ പുനഃസംഘടന എന്ന് പറയുന്ന ആളുകൾ മറന്നുപോയി. അതിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പുകമറയായിട്ട് ഇദ്ദേഹം സദാനന്ദൻ മാസ്റ്ററുടെ നോമിനേഷൻ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അതായിരിക്കണം ഒരു പക്ഷേ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തെയും ആകർഷിച്ചൊരു ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴല്ലെങ്കിൽ 1-2 മാസമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഇദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യാൻ പൊളിറ്റിക്കലി നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി വന്നേനെ. അതുവരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ഈ BJP-യുടെ പുനഃസംഘടന ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു നോമിനേഷൻ റെക്കമെൻഡ് ചെയ്യുകയും ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് അത് വലിയ വിവാദമാകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശം, അതായത് ഇവിടുത്തെ അധികാര കൈമാറ്റം വളരെ കൂളായിട്ട് വളരെ നൈസായിട്ട് അവർ പരിഹരിച്ചു എന്ന് വേണം എടുക്കേണ്ടത്.
യെസ്, എന്തായാലും അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. പുനഃസംഘടന വലിയ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് രാജ്യസഭാ പ്രവേശനത്തെക്കുറിച്ച് അറിയിക്കുകയായിരുന്നു. പക്ഷേ ആ വാർത്ത പുറത്തു വന്നത് ഒരു പുകമറയാണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ സാധിക്കില്ല. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ബി.ജെ.പി. പുനഃസംഘടനയെക്കുറിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും മാധ്യമങ്ങളിൽ ഇല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ നമ്മൾ കേൾക്കുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനത്തിന് എഗെയിൻസ്റ്റായി കോടതി കയറാൻ പോകുന്നു ചിലർ എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ആ വിവാദങ്ങളാണ് കൊഴുക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.